ഇതാണ് കല്ലുത്തിപ്പാറ ശ്രീകൃഷ്ണ ക്ഷേത്രം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാൽപാദം പതിഞ്ഞ ഒരമ്പലം കൂടെയാണ് ഇത്. ഗുരുവായൂരിൽ നിന്നും വെറും 15 മിനിറ്റാണ് ഇങ്ങോട്ടേക്കുള്ള യാത്ര. ഓട്ടോ വിളിച്ചു വരാവുന്നതേ ഉള്ളൂ കേട്ടോ. ഒരുപാട് സവിശേഷതകളുള്ള ഒരു ക്ഷേത്രം കൂടെയാണ് കേട്ടോ ഇത്. ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ട പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. പിന്നീട് ഇത് നവീകരിച്ച് ഈ കാണുന്ന രീതിയിലാക്കിയതാണ് കേട്ടോ. ഇപ്പൊ ഇവിടെ നിത്യപൂജയെല്ലാം നടക്കുന്നുണ്ട്. ഏപ്രിൽ മാസത്തിലാണ് കേട്ടോ ഇവിടുത്തെ ഉത്സവം. പൂർണ്ണമായും പാറക്കെട്ടുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരമ്പലം കൂടെയാണ് ഇത്. അത് തന്നെയാണ് കല്ലുത്തിപ്പാറ എന്ന് പേര് വരാനുള്ള കാരണം. കല്ലൂർത്തല എന്നൊരു പേരിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഒരുപാട് കാലപ്പഴക്കമുള്ള ഇവിടുത്തെ കിണറിന്റെ ഒരു ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ കാണുന്ന കുളം. 4 ആൾ താഴ്ചയുള്ള ഈ കുളം എത്ര കടുത്ത വേനലിലും വറ്റാറില്ല എന്നാണ് പറയപ്പെടുന്നത്. ഈ കാണുന്നതാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാൽപാദം പതിഞ്ഞ സ്ഥലം. കാലപ്പഴക്കം കൊണ്ടാവണം മങ്ങല് വീണു തുടങ്ങിയിട്ടുണ്ട്. എല്ലാ മലയാള മാസം 1-ാം തീയതിയും ഇവിടെ പാദപൂജ നടക്കാറുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടതായിട്ട് ഭാഗവതത്തിൽ പറയുന്നുണ്ടല്ലോ. അതിലൊരു സ്ഥലമായിരിക്കാം ഒരുപക്ഷെ ഇത്. പാടവും തോടും പച്ചപ്പും ഒക്കെയുള്ള ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ ഇത്. രാമായണ മാസം ആയതുകൊണ്ട് തന്നെ രാമായണ പാരായണം ഉണ്ട് കേട്ടോ ഇവിടെ. ഇതുപോലുള്ള മുളങ്കാടുകളൊക്കെ വളരെ അപൂർവമായിട്ടാണ് കേട്ടോ ഇന്ന് കാണാൻ കിട്ടാറുള്ളൂ. സേവ് ദ ഡേറ്റിനും ഫോട്ടോഷൂട്ടിനും എല്ലാം പറ്റിയ ഒരു അടിപൊളി സ്ഥലം കൂടെയാണ് കേട്ടോ ഇത്. ഗുരുവായൂർ വന്ന് ഗുരുവായൂരപ്പനെയും തൊഴുത് ഭഗവാന്റെ കാൽപാദവും സന്ദർശിച്ച് തിരിച്ചു പോവാന്ന് പറഞ്ഞാൽ അതൊരനുഗ്രഹം കൂടെയാണ് കേട്ടോ. അപ്പോൾ ഗുരുവായൂർ വരുന്നവരാരും ഈ ഒരു സ്പോട്ട് മിസ് ചെയ്യണ്ട കേട്ടോ.